ഞാൻ 2023 കോഡിങ്ങിന് പഠിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. 2024 ഇറങ്ങി 1 മന്തിനുള്ളിൽ ഞാൻ കൊച്ചിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടി എനിക്ക്. ദെൻ അവിടെ കുറച്ച് വർക്ക് ചെയ്തു. അപ്പൊ പിന്നെ ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പം ഈ കമ്പനിയിലാണ്, ഒബ്ജക്റ്റിലാണ്. അതെ, ഒബ്ജക്റ്റാണ്. കമ്പനി എന്നെ സംബന്ധിച്ച് വളരെ നൈസാണ്. കാരണം ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന അറ്റ്മോസ്ഫിയർ വെച്ച് നോക്കുമ്പോൾ എൻ്റർലി ഡിഫറെന്റ് ആണ്. ഭയങ്കര കംഫർട്ട് സോൺ ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതാണ് കാരണം ഈ ഒരു കംഫർട്ട് സോൺ ആണ് ഞാനും ആഗ്രഹിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഭയങ്കര ഹാപ്പിയാണ്. ഞാന് പറഞ്ഞ പോലെ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ല, പക്ഷെ +2 ബയോ ആയിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇവിടെ വന്നപ്പോ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ ക്ലാസ് തുടങ്ങിയ സമയത്താണെങ്കിലും ടെർമിനോളജി, അനാറ്റമി, ഇതൊക്കെ ബേസിക്കലി നമുക്ക് എന്താണ് കാര്യങ്ങൾ അനാറ്റമിക്കലി ആണെങ്കിലും ഒക്കെ ബേസ് തൊട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. മെറ്റീരിയൽസ് ആണെങ്കിലും അതുപോലെ നമുക്ക് ഡെമോ ചാർട്ട്സ് തന്നിട്ടാണെങ്കിലും പ്രൊഡക്ഷന് കയറ്റുന്ന മുന്നേ കുറെ ഡെമോ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ചാർട്ട് കിട്ടിയ ചെയ്യേണ്ടത്, പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രൊഡക്ഷനിൽ കയറുമ്പോ വലിയ ടെൻഷൻ ഉണ്ടാക്കിയാണ്. അപ്പൊ ബികോം കഴിഞ്ഞ ഒരാൾക്ക് മെഡിക്കൽ കോഡർ ആവാൻ പറ്റും. മെഡിക്കൽ കോഡർ ആവാൻ പറ്റും, തീർച്ചയായിട്ടും. ഓക്കെ,